പിന്നെ വേറൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഡ്രൈവിങ് ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും പറയും മറ്റുള്ളവർ കൃത്യമായിട്ടല്ല ഓടിക്കണേ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ വഴിയുടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ പതുക്കെ ഫാമിലിയുമായിട്ട് പോകുന്ന സമയത്ത് സംസാരിച്ച് വഴിയിലൂടെ പയ്യനെ ഓടിച്ച് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാവരും പിന്നിലേക്ക് പോകുന്നത്. കാരണം ഇത് ഡ്രൈവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുന്നതിനനുസരിച്ചാണ് മറ്റുള്ളവർക്ക് അത് കൃത്യമാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു വണ്ടി ഉണ്ടെങ്കിൽ മറ്റു വണ്ടിക്കാരന് അത് കൃത്യമായിട്ട് പോകാൻ പറ്റില്ല. അപ്പം അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷക്കാരനായാൽ പോലും ആള് മുൻകൂട്ടി സൈഡാക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ആ സൈഡ് ഫുട്പാത്തിൽ തന്നെ വണ്ടി വെച്ചേക്കുന്ന സാഹചര്യമാണെങ്കിൽ നമ്മളവിടെ കൊണ്ടുവന്ന ഒരാൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അത്രയും സ്പേസ് വിട്ടിട്ട് ഒരാൾ വണ്ടി മാറ്റി നിർത്തിയിട്ട് വേണ്ടി വരും ഇറങ്ങണമെങ്കിൽ. അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും സ്പേസ് അവിടെ കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി കുറച്ചും കൂടി അടുപ്പിച്ചിറങ്ങുമ്പോൾ ആ കാര്യങ്ങളിൽ അടുപ്പിച്ചിറങ്ങുമ്പോൾ കുറച്ചും കൂടി അടുത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോണ വണ്ടിക്ക് കുറച്ചും കൂടി സ്പീഡിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ കടന്നു പോകാൻ പറ്റും. അപ്പോൾ ഈ അറിയില്ല എന്നല്ല, ഓടിക്കാൻ അത്രത്തോളം വശം ഇല്ലാത്ത ആളുകൾ, അതായത് ഞാൻ കണ്ടതിൽ കൂടുതൽ ഒരു 50-60 വയസ്സൊക്കെ ആയിട്ട് പെൻഷൻ പറ്റിയതിന് ശേഷം ഒരു വേഗണർ വണ്ടിയും എടുത്ത് റോട്ടിലിറങ്ങുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ വരുമ്പോൾ അവർക്ക് വലിയ പ്രയാസമായിരിക്കും ഓടിക്കാനായിട്ട്. കാരണം അപ്പോൾ അവിടെ സംഭവിക്കുന്നത് അവരുടെ മാത്രം പ്രശ്നമല്ല. ശരിക്കും അവിടെ നമ്മൾ സൈഡിൽ ഒതുക്കിയിട്ടുള്ള ഒരാളും അല്ലെങ്കിൽ അവിടെ നിർത്തിയിട്ടുള്ള ഒരു ഓട്ടോറിക്ഷക്കാരനും അല്ലെങ്കിൽ അവിടെ നിൽക്കണ നമ്മൾ ട്രാഫിക് കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു യാത്രക്കാരനായിട്ടുള്ള നമ്മളടക്കം അല്ലെങ്കിൽ ഞാനടക്കം ഉള്ള ആളുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഇയാൾക്ക് ഇത് പറ്റാത്തത്. കാരണം അയാൾ ചിലപ്പോൾ അത്രയും വർഷം ജോലി ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടി ഏറ്റവും അവസാന കാലഘട്ടങ്ങളിലായിരിക്കും ചിലപ്പോൾ വാഹനം ഓടിക്കാൻ പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിലും വാഹനം ഓടിക്കുന്ന പരിചയമൊന്നും ഉണ്ടാവില്ല. പിന്നീട് ലാസ്റ്റ് കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താവ് അതൊരു റിട്ടയർമെൻറ്റ് ലൈഫിൽ അവർക്ക് കൂടുതൽ സാമ്പത്തികം ചിലവാക്കാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കാതിരിക്കാനും പറ്റില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അത് വെച്ച് നോക്കുമ്പോൾ അവർക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ വേറൊരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൈവേയിൽ കയറുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും കൂടുതൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചെറിയ റോഡുകളിലെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഹൈവേ സിറ്റികളിലും കൂടി പോണ സ്ഥലങ്ങളിലുള്ള മെയിൻ ടൗണുകളൊക്കെ ടച്ച് ചെയ്ത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ടൗണുകൾ ടച്ച് ചെയ്ത് പോണ സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങളും കൂടി ചേർക്കുമ്പോൾ വലിയ പ്രതിസന്ധിയായിട്ട് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നും കൂടി നോക്കിയപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ലൈൻ ട്രാഫിക് വളരെ ഒരു പ്രാധാന്യപ്പെട്ട കാര്യമാണ്. കാരണം ലൈൻ ട്രാഫിക് പാലിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധി നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 80-90 കിലോമീറ്റർ അനുവദിച്ചിട്ടുള്ള വണ്ടികൾ സെൻട്രൽ ട്രാക്കിൽ കൂടെ പോവുകയാണെങ്കിൽ 3 ട്രാക്ക് ഉണ്ടെങ്കിൽ സെൻട്രൽ ട്രാക്കിൽ കൂടെ പോകേണ്ട ഒരു അവസ്ഥ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്കിംഗ് ആയിരിക്കും നടക്കുകയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 50 കിലോമീറ്ററുള്ള ഹെവി കരിയർ വാഹനങ്ങൾ 50 കിലോമീറ്റർ സ്പീഡ്, ചില വാഹനങ്ങൾ അതിൽ തന്നെ 60 കിലോമീറ്റർ സ്പീഡ്, അതൊക്കെ വാഹനങ്ങളുടെ വെയിറ്റും അതിൻ്റെ ടെന്നേജ് അനുസരിച്ച് വാഹനങ്ങളുടെ ഇത് വ്യത്യാസമുണ്ട്. കാരണം ഇതൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ആ വണ്ടികൾക്ക് അത് അനുവദിച്ചിട്ടുള്ള കുറേ ഇതുകളുണ്ട്. അതായത് നമ്മളുടെ RI എന്ന് പറഞ്ഞിട്ട്, അതായത് ഇന്ത്യയുടെ തന്നെ ഈ വാഹനങ്ങളുടെ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സാധനം. അത് അനുവദിച്ചിട്ടുള്ള കുറേ ഇതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം അത് നമ്മുടെ സ്വന്തമല്ല, അതൊക്കെ പുറം രാജ്യങ്ങളിൽ ഇതൊക്കെ ചെയ്ത് അതിൻ്റേതായ പ്രശ്നങ്ങൾ തീർത്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അതിന് പഠിച്ചതിന് ശേഷം മാത്രമാണ് അവരത് അത്തരം തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത് ഹെവി വാഹനങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ അവിടുത്തെ പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മുൻപ് പറഞ്ഞ കാര്യവും കൂടി ചേർത്തിട്ടാണ് ഇതിൽ വരിക. ഇതിലൊരു വിഷയം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വലിയ വാഹനങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും മുൻപത്തെ കാര്യം പറഞ്ഞു. നമ്മൾ തുടങ്ങുന്നത് എവിടെ നിന്നാണ്, നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെവി വാഹനങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശ്നം, ഓൾ ഇന്ത്യയിലുള്ള ഒരു പ്രശ്നം, ലോകരാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കാത്തൊരു കാര്യം ഓവർലോഡിലാണ് ഇപ്പോഴും. അതായത്
സ്വാർത്ഥതയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു വാഹനത്തിൽ 4 ടണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാഹനം 8 ടണ്ണ് വെച്ച് ഓടിക്കുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ബ്രേക്ക് ഇല്ലായ്മയും ആ എഞ്ചിൻ്റെ പൊല്യൂഷനും ഓവർ ഹീറ്റും അങ്ങനെ റോഡിലുണ്ടാവുന്ന പ്രശ്നവും എല്ലാം കൂടിയിട്ടുള്ളൊരു പ്രതിസന്ധി കൂടെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് പറയുള്ളൂ. പിന്നെ ഈ കൂൾ ഫിലിം എന്ന് ഒട്ടിക്കാനായിട്ട് ഒരുവിധം രാജ്യങ്ങളിലൊന്നും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുൻപിൽ കാണുന്ന ഒരു അപകടം ബാക്ക് ഗ്ലാസ്സിൽ കൂടെ, അതായത് തൊട്ട് മുൻപിൽ പോണ വണ്ടിയുടെ ബാക്ക് ഗ്ലാസ്സിൽ കൂടെ ഫ്രണ്ടിൽ കൂടെ കണ്ടിട്ട് ബ്രേക്ക് ചവിട്ടാനുള്ള സാഹചര്യം ബാക്കിലുള്ള ആൾക്ക് പോലും ഉണ്ടാവണം എന്നാണ് ഈ നിയമം. ഈ നിയമങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, അത് വാഹനങ്ങൾ ഉണ്ടാക്കിയ നാടുകളിൽ അതിൻ്റെ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരതിനെ അപകടമില്ലാത്ത രീതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്, അപകടമില്ല എന്നല്ല, വാഹനം ഓടിക്കുമ്പോൾ എപ്പോഴും അപകടം പ്രതീക്ഷിക്കാവുന്ന ഒരു സംവിധാനമാണ്. കാരണം അതങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രവർത്തനം തന്നെ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളോളം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയെടുത്ത നിയമങ്ങൾ. അത് നമ്മളൊരു ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ അതെടുത്ത് മാറ്റി, മറ്റേതെടുത്ത് അങ്ങോട്ട് മാറ്റി, ഇത് അങ്ങോട്ട് മാറ്റിയപ്പോൾ എന്താ പ്രശ്നം? അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ കുറച്ചധികം പേരുണ്ടെങ്കിൽ അത് മാറുന്നല്ല. ഇതൊക്കെ അതിന് കൃത്യമായിട്ടൊരു റിസർച്ച്, അതിനൊരു അന്വേഷണം, വർഷങ്ങളുടെ പരീക്ഷണങ്ങളിൽ കൂടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളും, അല്ലെങ്കിൽ ട്രയൽ ഘട്ടങ്ങളിൽ കൂടെയാണ് ഇത്തരം കാര്യങ്ങൾ ശരിയാക്കി എടുത്തിട്ടുള്ളത്. ഇത് മനസ്സിലാക്കാണ്ട് നമ്മൾ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമില്ല. അപ്പം ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിലിറങ്ങുമ്പോൾ നമ്മൾ മാക്സിമം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് എത്രയും വേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി അതിൻ്റെ ഇടയിൽ സ്പീഡ് ലിമിറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതനുസരിച്ചുകൊണ്ട് നമ്മൾ വേഗത്തിൽ സഞ്ചരിക്കണം. നമ്മൾ ആ പറഞ്ഞതിലും കുറച്ച് വേഗതയിൽ നമ്മൾ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ തടസ്സപ്പെടുത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ യാത്ര നമ്മൾ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വേഗത നമ്മൾ കുറയ്ക്കാൻ പാടില്ല. വാഹനം ഉപയോഗിക്കുന്നത് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേഗത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരു സാധനം അതിൽ വയ്ക്കുക, അതിൽ വെയിലടിക്കുന്നുണ്ട്, അതൊക്കെ വളരെ കുറഞ്ഞ, അത് സേഫ്റ്റി മെഷേഴ്സ് അല്ല ശരിക്കും. കാരണം അത് വളരെ ചുരുങ്ങിയൊരു കാര്യമാണ്. ഒരു സ്ഥലത്തും അനുവദിക്കാൻ പറ്റൂല അതിനെ, എവിടെയും അത് അനുവദിച്ചു. അതിപ്പോൾ ഹൈ എൻഡ് ഓപ്ഷൻ ആകുമ്പോൾ ചെറിയ രീതിയിൽ അനുവദിച്ചിട്ടുള്ളൊരു കൂളിങ്, അതായത് വണ്ടിയുടെ ഓട്ടോ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയനൈറ്റ് ഗ്ലാസ് എന്നൊക്കെ പറയില്ലേ, അതേമാതിരി വണ്ടി വെയിലത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ഗ്ലാസ് കുറച്ച് ഇതും. അതായത് ആ വണ്ടിക്ക് 1.5-2 കോടി 3 കോടി രൂപയൊക്കെ വിലയുള്ള വണ്ടികളാണ്. അതിൻ്റെ ഗ്ലാസ്സുകളുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയനൈറ്റ് ഗ്ലാസ്സാണ്. ഡയനൈറ്റ് ഗ്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെയിലത്തേക്ക് ഇറങ്ങിയാൽ ചെറിയൊരു കൂട് വരും. അത്തരം വാഹനങ്ങൾ പോലും ഇന്ന് നിരത്തിലുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂളിംഗ് സിസ്റ്റം തന്നെ മറ്റൊരു രീതിയിലാണ്. കാരണം വെച്ചാൽ അതൊരു ഇത്ര കൂള് വരാൻ പാടുള്ളൂ എന്ന് ആ ഗ്ലാസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാന്ന് വെച്ചാൽ അതൊരു ചെറിയ ലൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അത് കൂടുതൽ ബ്ലാക്കിലേക്ക് പോകാൻ സാധ്യത കുറവാണ്. കാരണം അങ്ങനെ വരുമ്പോൾ നമ്മൾ പറഞ്ഞ മറ്റു കാര്യങ്ങൾ നടക്കില്ല. കാരണം വെച്ചാൽ ബാക്കിൽ ഒരു സിഗ്നൽ, ഒരു കുട്ടി ചാടിയിട്ടാണെങ്കിൽ പോലും ബാക്കിലത്തെ ഒരാൾക്ക് അത് കാണാൻ പറ്റണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മുൻപിൽ വന്ന വണ്ടി ബ്രേക്ക് ചവിട്ടിയാലും ബാക്കിലത്തെ വണ്ടി വന്നിടിച്ചാൽ ഈ വണ്ടിയും ഇടിച്ചിട്ട് മറ്റേ വണ്ടി ഫ്രണ്ടിക്ക് പോയിട്ട് ഈ കുട്ടിക്ക് ഒരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലത്തെ കാര്യങ്ങൾ പല രാജ്യങ്ങളിലും പല പ്രതിസന്ധിയോടെയും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അമേരിക്ക പോലത്തെ രാജ്യത്ത് മതിലുകൾ പോലും അനുവദിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിറങ്ങി ഓടുമ്പോൾ വാഹനങ്ങൾ വന്നിടിക്കാനുള്ള സാധ്യത കൂടുതലുള്ളതുകൊണ്ട് അത്തരം ചില സ്ഥലങ്ങളിൽ അവിടെ പ്രത്യേക ഒരു ഇതാണ്. അതായത് അവിടെ മതിലുകൾ പാടില്ല, മതിലുകൾ ഉണ്ടെങ്കിൽ അത്തരം സംഭവങ്ങൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കിയിട്ടുള്ള സ്ഥലം. അവിടെ താമസിക്കണേ അതനുസരിച്ചേ പറ്റൂ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കാണ്ട് നമ്മൾ വെറുതെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ.